അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ കണ്ടു. ഇന്നലെ തിയേറ്ററിൽ പോയാണ് കണ്ടത്. വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത്. ഫസ്റ്റ് ഡേ കാണണമെന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ നടന്നില്ല. ടിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം നടന്നില്ല. വിചാരിച്ച തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടിയില്ല. ഏരീസ് പ്ലസ് ആണ് നോക്കിയത്. അപ്പോൾ അന്ന് ടിക്കറ്റ് ഫില്ലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് കിട്ടിയത്. അതാണ് രണ്ടാമത്തെ ദിവസം പോയി കണ്ടത്. ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി കാണണം. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള കിടിലൻ തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണണം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണരുത്. ആ ഒരു എക്സ്പീരിയൻസ് കളയരുത്. നല്ലൊരു കിടിലൻ തിയേറ്റർ തന്നെ, നല്ല ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള നല്ല പെർഫെക്റ്റ് തിയേറ്റർ തന്നെ പോയി നിങ്ങൾ കാണണം. അമ്മാതിരി സിനിമയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കിടിലം. എനിക്ക് നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല വർക്കായി. പക്ഷേ മുമ്പത്തെ സിനിമകളിൽ വെച്ച് നോക്കുവാണെങ്കിൽ, മുമ്പത്തെ സ്പൈഡർമാൻ സീരീസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലും എന്ന് പറഞ്ഞാൽ മുമ്പ് കുറച്ച് പയ്യനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനായിട്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ നമ്മുടെ സ്പൈഡർമാൻ, നമ്മുടെ പീറ്റർ പാർക്കർ. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, പീറ്റർ പാർക്കർ കുറച്ചും കൂടെ വളർന്നു വലുതായി. അപ്പോൾ അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കും. മെച്യൂരിറ്റി ഹിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അത് തന്നെ സംഭവം. ആ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിനിമ വരുമ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാണ്. അത് വെച്ച് നോക്കണേ കുറേയും കൂടെ ഇമോഷണൽ കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല. ഫുൾ ആ ഒരു ഫൺ മൂഡിൽ, ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ഫൺ മൂഡിൽ അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. പക്ഷെ ഇതിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫുള്ളായിട്ടങ്ങ് മാറുന്നുണ്ട്. ആ എല്ലാ എലമെന്റ്സ് ഉണ്ടെങ്കിലും, ആ പരിപാടി സ്പൈഡർമാൻ്റെ എല്ലാ പരിപാടിയും ഉണ്ടെങ്കിലും കുറേ കൂടെ മെച്യൂർ ആയിട്ടാണ് പുള്ളിക്കാരൻ എന്താ പറയുക അതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഇപ്പം റിലേഷൻ്റെ ആണെങ്കിലും, ഇപ്പം മദറുമായിട്ടുള്ള ആ ഒരു റിലേഷൻ, ഫ്രണ്ടുമായിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ എല്ലാ ഇമോഷൻ സാധനങ്ങളും നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് എല്ലാവർക്കും എത്ര പേർക്ക് ദഹിക്കുമെന്ന്, കാരണം ഫുൾ സ്പൈഡർമാൻ സീരീസ് കണ്ടുവരുന്നവർക്ക് എത്രത്തോളം എന്താ പറയുക അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല. ബട്ട് മൂവി ഈസ് സൂപ്പർ. 3Dയിലൊക്കെ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. പിന്നെ ഓവറോൾ എല്ലാ പെർഫോമൻസും കാര്യങ്ങളും, പിന്നെ സ്പോയിലറൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. സ്പോയിലറും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ തിയേറ്ററിൽ പോയി കാണുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അമ്മാതിരി പടമാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല വർക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ സീൻസിലും എന്താ പറയുക, ഈ പീറ്റർ പാർക്കറിൻ്റെ ഓരോ ചെയ്യുന്ന ഓരോ സാധനത്തിലും ആ ഒരു എന്താ പറയുക മെച്യൂരിറ്റി ആണെങ്കിലും, ആ ഒരു മുമ്പത്തേന്ന് കുറേ വ്യത്യാസങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മുമ്പത്തെ സിനിമയിൽ നിന്നും കുറേ വ്യത്യാസങ്ങളും കുറച്ചും കൂടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇമോഷണലി കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതനുസരിച്ച് തന്നെ കുറേയും കൂടെ ആ പവർ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഹീറോയിക് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. കുറേയും കൂടെ ഹീറോയിക് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്, ആ ഒരു ഫൺ മൂഡിൽ നിന്നൊക്കെ വിട്ട് കുറേ കൂടെ ഹീറോയിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇത് വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. വർക്കാവും ഇല്ല എന്നല്ല, ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആസ് എ മാർവൽ ഫാൻ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ബട്ട് എന്താ പറയില്ല, ആ ഒരു ഇമോഷൻ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ലാഗടി ഫീൽ ചെയ്യുമോ എന്നുള്ളത്. പിന്നെ അധികം റൺ ടൈമും 3 മണിക്കൂറോ കാര്യങ്ങളൊന്നുമില്ല. 2.5 മണിക്കൂർ നോർമൽ റൺ ടൈം തന്നെയാണ്. അധികം ബോറടിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇടയ്ക്ക് ഇമോഷൻ്റെ സാധനങ്ങൾ വരുമ്പോൾ മാത്രം ചെറിയൊരു വലിച്ചു കിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ മുമ്പത്തെ ഇത് കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു വലിച്ചു കിട്ടുമൊക്കെ നമുക്കതിൽ ഫീൽ ചെയ്യും. പക്ഷെ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടല്ല, ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല. അത് ആ സിനിമയിലെ ഒരു സ്റ്റോറി അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഉണ്ട്, സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ സ്പോയിലർ ഒന്നും ആരും ദയവ് ചെയ്ത് ആരടുത്തും പറയാതിരിക്കുക. അത് പറഞ്ഞ ആസ്വാദനം കെടുത്താതിരിക്കുക. എന്താ പറയുക, മാർവൽ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ അത്രയും ഇതായിട്ട് ചിലപ്പം ടിക്കറ്റൊക്കെ താമസിച്ചായിരിക്കും അവർ കാണാൻ പോകുന്നത്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താതിരിക്കുക, അത്രേ പറയാവുള്ളൂ സിനിമയ്ക്കകത്ത് ആദ്യമേ തന്നെ. അപ്പം നിങ്ങൾ ആസ് എ മാർവൽ ഫാൻ നിങ്ങൾ പോയി എൻജോയ് ചെയ്ത്, അതായത് ഡോംസ് ഡേ ഇനി ഇറങ്ങാൻ പോവാ, ഡിസംബറിൽ ഡോംസ് ഡേ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഓക്കെ. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. മസ്റ്റ് വാച്ചായിട്ട് കാണുക, മിസ്സാക്കുകയും ചെയ്യരുത്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.